ഹസ്തിനാപുരത്തിൻ്റെ കൊട്ടാരത്തിൽ ഇപ്പോൾ 2 തലമുറകൾ വളർന്നു വരികയാണ്. ഒരു വശത്ത് ധർമ്മത്തിൻ്റെ പാത പിന്തുടർന്ന പാണ്ഡവർ, മറ്റൊരു വശത്ത് അഹങ്കാരത്തിൻ്റെയും അധികാരലോഭത്തിൻ്റെയും വഴിയിലായ കൗരവർ. യുധിഷ്ഠിരൻ ശാന്തനും നീതിമാനുമായവൻ, ഭീമൻ അപരിമിത ശക്തിയുടെ ഉടമ, അസാധാരണ ഏകാഗ്രതയുള്ള ധനുർധരൻ അർജുനൻ, സൗന്ദര്യത്തിലും ജ്ഞാനത്തിലും അതുല്യൻ നകുലനും സഹദേവനും. അതേസമയം ദുര്യോധനൻ കൗരവരുടെ നേതാവ്. അവൻ്റെ മനസ്സിൽ പാണ്ഡവരോടുള്ള അസൂയ ദിവസേന വളരുകയായിരുന്നു. പ്രത്യേകിച്ച് ഭീമനോടുള്ള ഭയം. ഭീമന്റെ ശക്തി എല്ലാവരെയും വിസ്മയിപ്പിച്ചിരുന്നു. കളിയിലും യുദ്ധപരിശീലനത്തിലും ഭീമൻ എപ്പോഴും മുന്നിലായിരുന്നു. ഇത് ദുര്യോധനനെ സഹിക്കാനായില്ല. ഭീമനില്ലെങ്കിൽ പാണ്ഡവർ ദുർബലരാകും. അവൻ മനസ്സിൽ തീരുമാനിച്ചു. ഒരു ദിവസം ദുര്യോധനൻ ഭീമനെ സ്നേഹത്തോടെ വിരുന്നിന് ക്ഷണിച്ചു. ഭീമൻ സംശയമില്ലാതെ പോയി. ഭക്ഷണത്തിൽ അവർ വിഷം കലർത്തിയിരുന്നു. ഭീമൻ അത് മുഴുവൻ കഴിച്ചു. അല്പസമയത്തിനകം അവൻ ബോധരഹിതനായി തീർന്നു. ദുര്യോധനനും ദുശാസനനും ചേർന്ന് ഭീമനെ കെട്ടിയിട്ട് ഗംഗാനദിയിലേക്ക് തള്ളി. ജലം എല്ലാം വിഴുങ്ങി. എല്ലാവരും കരുതി ഭീമൻ മരിച്ചുവെന്ന്. പക്ഷേ വിധി വേറൊരു കഥ എഴുതിയിരുന്നു. ഭീമൻ നാഗലോകത്തിലെത്തി. അവിടെ സർപ്പങ്ങൾ അവനെ ദംശിച്ചു. വിഷത്തിന് മേൽ വിഷം വന്നപ്പോൾ ആദ്യത്തെ വിഷം ഇല്ലാതായി. ഭീമൻ ഉണർന്നു. നാഗരാജാവിൻ്റെ അനുഗ്രഹത്തോടെ അവന് 1000 ആനകളുടെ ശക്തി ലഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭീമൻ തിരികെ ഹസ്തിനാപുരത്തിലെത്തി. അവനെ ജീവനോടെ കണ്ടപ്പോൾ ദുര്യോധനൻ്റെ മുഖം മങ്ങിപ്പോയി. പക്ഷേ അവൻ്റെ മനസ്സിലെ വൈരം ഇപ്പോൾ കൂടുതൽ ശക്തമായി. ഇത് തുടക്കം മാത്രമായിരുന്നു. വിഷം കൊണ്ട് തുടങ്ങിയത് ഒരു ദിവസം മഹായുദ്ധത്തിൽ അവസാനിക്കാനിരിക്കുകയായിരുന്നു. ഭീഷ്മനും വിതുരനും ഈ വൈരത്തിൻ്റെ വിത്തുകൾ കണ്ടു. പക്ഷേ വിധിയുടെ ചക്രം ഇതിനകം തന്നെ തിരിഞ്ഞു തുടങ്ങിയിരുന്നു.